അപ്രതീക്ഷിതമായിട്ടുള്ള കൊഴിഞ്ഞു പോക്കലുകളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ നിരവധി പേരാണ് ഇടതുപക്ഷം വിട്ടുകൊണ്ട് LDF CPM വിട്ടുകൊണ്ട് BJPയിൽ ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന ചോർച്ച അത് ഗുണകരമായി മാറുന്നത് BJPക്കാണെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതായത് ഇടതുപക്ഷത്തിൽ നിന്നും പോകുന്ന നേതാക്കൾ, പ്രവർത്തകരടക്കം നേരെ ചെല്ലുന്നത് വലതുപക്ഷത്തേക്ക് UDFിലേക്കല്ല, അത് നേരെ മറിച്ച് BJPയിലേക്കാണെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്, തീർച്ചയായിട്ടും 218ഓളം പേർ, 218ഓളം CPM പ്രവർത്തകർ, നേതാക്കളടക്കം BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്ത. ഇത് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു ചോർച്ച ഇടതുപക്ഷത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി പേരാണ് ഇതിനോടകം തന്നെ BJPയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെയും 218ഓളം പേര് BJPയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് പ്രവർത്തകർ, നേതാക്കളടക്കം 218ഓളം പേർ BJPയിലേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കായംകുളത്ത് മാത്രമായിട്ടെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും കായംകുളം മാത്രമല്ല, ആലപ്പുഴ ജില്ല ഉടനീളം നിരവധി പേരാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ BJPയിലേക്ക് ചേക്കേറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത്. ഇത് ആലപ്പുഴയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും മറ്റു പല ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ്, അതായത് കൂട്ടമായി തന്നെയുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകളാണ് ഇടതുപക്ഷത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ട് അത് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. ഇപ്പോൾ തന്നെയും മുൻ MLA ആയിട്ടുള്ള S രാജേന്ദ്രൻ അടക്കം ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വരുന്നു. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ ഒരു മാറ്റങ്ങൾ, അതായത് ഇടതുപക്ഷം വേണ്ട എന്ന് വെച്ചുകൊണ്ട് BJPയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ പറയുന്ന രീതിയിൽ BJPയിലേക്ക് നിരവധി പേർ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള, വർഷങ്ങളോളം ഇടതുപക്ഷത്തിൽ വളരെ വലിയ തോതിൽ ഇടതുപക്ഷ പാർട്ടിയിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിന്ന വ്യക്തികളാണ് ഇപ്പോൾ ഇടതുപക്ഷം വേണ്ട എന്ന് വെച്ചുകൊണ്ട് BJPയിലേക്ക് ചേക്കേറുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും തടയിടാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും ഒന്നും രണ്ടും പേരൊന്നുമല്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ 2024-25 ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിരവധി പേരാണ് BJPയിലേക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് മാത്രമായിട്ട് ചേക്കേറിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതും കൂട്ടമായി തന്നെ 218ഓളം പേര് ഒറ്റയടിക്ക് BJPയിലേക്ക് ചേർന്നു എന്ന് പറയുമ്പോൾ, അതും ഇടതുപക്ഷത്തിൽ നിന്ന് മാത്രമായിട്ട്, അതൊരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ 2026 തുടക്കത്തിൽ തന്നെ നിരവധി പേരാണ് ഇടതുപക്ഷത്തിൽ നിന്ന് മാത്രമായിട്ട് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് വാർത്തകൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഏത് തരത്തിൽ ഇത് CPMന്, LDFന് ഇത് തലവേദനയാവുന്ന തരത്തിലോട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത്. നിലവിലത്തെ സാഹചര്യത്തിൽ അത് എന്തുകൊണ്ടും ഒരു ട്വിസ്റ്റ് നിറഞ്ഞൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നേരെ മറിച്ച് ഇതൊക്കെ തന്നെ BJPക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? അവർക്ക് ഈ വരുന്നവരെല്ലാം തന്നെയും ഒരു വോട്ടാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമോ? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു ആയുധമാക്കി മാറ്റാനായിട്ട് BJPക്ക് സാധിക്കുമോ എന്നുള്ളതും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്.